അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ പട്ടായ എത്തിയപ്പോൾ തന്നെ നമുക്ക് ബ്ലോക്കും കാര്യങ്ങളെല്ലാം കിട്ടി തുടങ്ങിയിട്ടാണ്. ഓക്കെ, അത്രയ്ക്ക് തിരക്കുണ്ട് പട്ടായയിൽ. അപ്പോൾ പട്ടായയിൽ നമ്മളെടുത്തേക്ക് ഇങ്ങനെ നമുക്ക് തന്നേക്കുന്ന റൂം പട്ടായ ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇത് കാണുമ്പോൾ ഹിന്ദുസിൻ്റെ ആണെന്ന് വെച്ചാൽ അവിടെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ തുറക്കണാവും. ഓക്കെ, തുറന്നു. ചാവി ഇതിലേക്കുന്നു. കയറിയോടനും തന്നെ നമുക്ക് ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. ബാത്ത് ടബ് ഉണ്ട്. ബാക്കി കുഴപ്പമില്ല. എമ്യൂണിറ്റീസ് കാര്യങ്ങൾ, ഷാമ്പൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോക്കർ, ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടാ? തുറന്നു നോക്കാം. ഓഹോ, സാധനങ്ങളുണ്ടല്ലേ. അവിടെ ഇരിക്കട്ടെ. നമ്മുടെ കെറ്റിൽ, വെള്ളം, സാധനങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഒരു നമുക്ക് സുഖമായിട്ട്, നമ്മൾ 4 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് അവർ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഔട്ട്സൈഡ് യാതൊരു വ്യൂ നമുക്കിവിടെ കാണാനില്ല. കാരണം ഇവിടെ ഒന്നും നമുക്ക് കാണില്ല. ഇവിടെ എല്ലാം നമ്മൾ ഈ അടുത്തടുത്തായിട്ടുള്ള ഹോട്ടൽസാണ്. ഇത് പട്ടായ ആയില്ലോ. പട്ടായ വെച്ചാൽ നമ്മൾ ബാങ്കോക്കിൻ്റെ ഒരു രീതിയല്ല ഇവിടെ ടോട്ടലി ഡിഫറെൻറ്റാണ്. നല്ല സൈസുള്ള റൂമാണ് കേട്ടോ. നല്ല സൈസ് ഉണ്ട്. നമുക്ക് സുഖമായിട്ട് നമുക്ക് എടുക്കാം. സെൻട്രൽ AC ആണ്. AC ഇപ്പോൾ ഓൺ ആയിട്ടുള്ളൂ. എന്തായാലും റൂം തണുത്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇത്ര വലിയ റൂമല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. ലഞ്ച് ഇന്ന് താഴേക്കൊന്ന് ഇറങ്ങി നോക്കണം. നമുക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ താഴെ ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക് എന്ത് ലഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് മോർണിംഗിൽ ഞങ്ങൾ രാവിലെ നമുക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കുഴപ്പമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് വൈഫിന് അത്ര വലുതായിട്ട് പിടിച്ചിട്ടില്ല. ഓരോരുത്തർ വെച്ചാൽ ഇവിടുത്തെ ടേസ്റ്റ് എല്ലാവർക്കും ചിലപ്പോൾ പിടിക്കില്ല. ഓക്കെ, അപ്പോൾ റൂമിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കണം. പിന്നെ ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ അൽക്കസാർ ഷോ, അങ്ങനെ ഒരു ഷോ ഉണ്ട്. അത് വൈകിട്ട് അവർ വന്ന് നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഓരോരോ ഐറ്റംസാണ് നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ. മാംഗോ സ്റ്റിക്കി റൈസ്, ഇത് ഫ്രൈഡ് ചിക്കൻ വിത്ത് റൈസ്, ഓരോരോ സാധനങ്ങൾ നമുക്കിതിന് ഇവരെ വിഭവങ്ങളെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും ആവട്ടെ, എന്തായാലും ടേസ്റ്റ് ചെയ്യാം. കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിന് അടുത്താണ് ഈ സംഭവം, ചെറിയൊരു ഷാക്ക് പോലത്തെ സംഭവം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ പട്ടായ ലോഫ്റ്റ് എന്ന് പറഞ്ഞ നമ്മളെ ഹോട്ടൽ കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ തൊട്ടായിട്ട് ഹോട്ടൽസാണ്. അതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ എവിടെ നോക്കിയാലും ഹോട്ടൽസാണ്. ശരിക്കും നമ്മൾ പക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ആ സെയിം രീതിയിലാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും. എല്ലാം പോക്കറ്റ് റോഡ്സാണ്, എല്ലാം കോൺക്രീറ്റ് ചെയ്ത റോഡുകളാണ്. ഇതും ഒരു ഹോട്ടലാണ്. അത് കുറച്ചും നല്ല ഹോട്ടലാണെന്ന് തോന്നുന്നു. ഇതും കുഴപ്പമൊന്നുമില്ല, നമുക്ക് രാത്രി കിടക്കല്ല വേണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഇന്ത്യൻ ബഫേ എന്ന സംഭവമുണ്ട്. 200 ബാത്താണ്. നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇതിനൊപ്പം ഇൻക്ലൂഡഡാണ്. അപ്പോൾ കാരണം നമുക്ക് അത് വലിയ ഇഷ്യൂ ഇല്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇനി കുറച്ച് നേരം കിടക്കണം. ഇന്ന് രാവിലെ തന്നെ നമുക്ക് ചോനൊക്കെ എടുക്കാനൊന്നും പറ്റിയില്ലല്ലോ. ഇന്ന് കുറച്ച് നേരം ഒക്കെ എടുത്ത് ഇത് വൈകിട്ട് എന്താ ഷോയുടെ പേര്? അൽക്കാസർ ഷോയിലേക്ക് പോകണം. അൽക്കസാര അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഓക്കെ.